നമ്മൾ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്ക് പോകുമ്പോൾ മെമ്മറി കാർഡ് വിവാദത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. മുമ്പ് 2 ജഡ്ജിമാർ കേസ് കേൾക്കുന്നതിൽ നിന്നും പിന്മാറിയിരുന്നൊരു സാഹചര്യമുണ്ട്. ഡാനിയുണ്ട് വിശദാംശങ്ങളുമായി. ഡാനി, 2 ജഡ്ജിമാർ മാറിയതാണ്. അതിനുശേഷം 3ാമത്തെ ജഡ്ജിയായ ജസ്റ്റിസ് DS ഡയസിന്റെ ബെഞ്ചായിരിക്കും ഇന്ന് കേൾക്കുക. എന്തൊക്കെ പ്രതീക്ഷിക്കണമെന്ന്? ഹരി, ഈ കേസിൽ നേരത്തെ തന്നെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അന്വേഷണം വേണം. തനിക്ക് ഒരു സ്വാഭാവിക നീതി ലഭിച്ചിട്ടില്ല. കാരണം ഇത്തരം ഈ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ അടക്കമുള്ള കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നതടക്കം ഈ അതിജീവിത കോടതിയിൽ ചൂണ്ടിക്കാണിച്ചതാണ്. ഇത് അവർക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോകുന്നു. പക്ഷേ അതിലൊരു കൃത്യമായൊരു ഉത്തരവോ കൃത്യമായൊരു അന്വേഷണമോ ഈ ഒരു ഘട്ടത്തിലും നടന്നിട്ടില്ല എന്നതാണ് ഇവരുടെ ഒരു പരാതിയായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുനരന്വേഷണം അടക്കം സാധ്യമാകണമെന്നതാണ് അവർ പറയുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കീഴ്ക്കോടതിയിൽ ഈ കേസിൽ നടിയെ ആക്രമിച്ച കേസിലെല്ലാം തന്നെ ഒരു വിധി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരികയും അതോടൊപ്പം അതിനെ അപ്പീൽ നൽകിക്കൊണ്ട് സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. കീഴ്ക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഏറ്റെങ്കിലും അപ്പീൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അതിനിടയിലാണ് ഈ ഒരു കേസിൻ്റെ കാര്യം പ്രത്യേകം. കാരണം അതെല്ലാം ഹാഷ് വാല്യൂ മാറി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വന്നിരുന്നു, അന്വേഷണത്തിലെല്ലാം തന്നെ വന്നിരുന്നു. അതും കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോൾ, കോടതി അത് ഒരു തെളിവായി സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതൊരിക്കലും മൊബൈൽ ഫോണിലോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കപ്പെടുമ്പോൾ അതെല്ലാം അതിനിടയിൽ സംഭവിച്ചു എന്നതാണ് അത്യന്തം ഗൗരവതരവും ഗുരുതരവുമായൊരു വസ്തുത എന്ന് പറയുന്നത്. ഇതിലാണ് ഇവർ അന്വേഷണം ആവശ്യപ്പെടുന്നത്. കാരണം തനിക്കുള്ള ഒരു മൗലികാവകാശങ്ങളുടെ ഒരു ലംഘനമാണ് ഇത്തരം കാര്യങ്ങളിൽ നടന്നിരിക്കുന്നത്. ഒരു ഇര എന്ന രീതിയിൽ, ഒരു അതിജീവിത എന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങളിൽ തനിക്ക് കൂടി കുറേ അവകാശങ്ങളുണ്ട്. അത് നടപ്പാക്കി കിട്ടിയിട്ടില്ല എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ കേസ് കേൾക്കുന്നതിൽ നിന്ന് 2 ജഡ്ജിമാർ ഇതിൽ നിന്ന് പിന്മാറിയിരുന്നു. അതിൽ അവരുടേതായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ആ കേസിൽ നിന്ന് പിന്മാറുകയും ചെയ്തിരുന്നു. ഇന്ന് മറ്റൊരു ബെഞ്ചിലേക്ക് ഈ കേസ് വരികയാണ്. ഏതായാലും അത് പരിഗണിക്കപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് കോടതി കേസ് കേൾക്കും. കൂടുതൽ വാദങ്ങൾ, ഇതിൽ മറ്റെന്തെങ്കിലും കൂടുതലായിട്ട് അതിജീവിതയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും പറയുവാനുണ്ടോ, ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇത് സമർപ്പിക്കാനുണ്ടോ, രേഖകളായി സമർപ്പിക്കാനുണ്ടോ എന്നതടക്കം കോടതി വിശദാംശങ്ങൾ ആരായുകയും ചെയ്യും. എന്തായാലും ഈ കേസിൽ വളരെ പ്രധാനമാണ്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇത് വളരെയധികം കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതിനേക്കാൾ ഗൗരവതരമെന്ന് പറയുന്നത് കോടതിയിലുള്ള തെളിവുകൾ അതടക്കം പരിശോധനയിലേക്ക് ഒരു അനുമതിയുമില്ലാതെ ചിലർ ചേർന്ന് പരിശോധിക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ പോയി എന്നാണ് ഇതിൽ ഗുരുതരമായ ആക്ഷേപമുള്ളത്. അത് അതീവ ഗൗരവതരമാണ്. എന്തായാലും കോടതി ഈ അപേക്ഷ, അതിജീവിതയുടെ അപേക്ഷയിൽ എന്താണ് തുടർ നീക്കം എന്നുള്ളത് ഈ കേസിനെ നിരീക്ഷിക്കുന്നവർക്കെല്ലാം തന്നെയും കാത്തിരിക്കുകയാണ്. എന്താണ് ഇനി കോടതിയുടെ ഭാഗത്തുനിന്ന് അടുത്ത നീക്കമെന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.